ഇതാണ് പവർ കട്ട് ശശിയുടെ വീട്. ഇങ്ങനാണെങ്കിൽ എനിക്ക് ഒരു വിധത്തിൽ കറണ്ട് തരത്തില്ല. അയാളെ പേരെന്തുവാന്നാ പറഞ്ഞേ? പവർ കട്ട് ശശി. ആ പേരിലെ പവർ കട്ടല്ലേ, പിന്നെ എങ്ങനെ കറണ്ട് കിട്ടും? ഒരു കാര്യം ചെയ്യാൻ ആരായി പേരിട്ടത്? സാറേ, ഇങ്ങനെ പവർ കട്ട് സമയത്ത് ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ നാട്ടുകാർ വിളിക്കുന്ന പേരാ പവർ കട്ട് ശശി എന്ന്. ഇങ്ങനെ കൊണ്ട് ഭയങ്കര ശല്യ സാറേ. ഇപ്പം താണ്ട് എനിക്ക് കറണ്ടും തരുന്നില്ല. അയാൾ എങ്ങനെ കറണ്ട് തരും? KCB അല്ലേ കറണ്ട് തരുന്നേ? അതല്ല, പിന്നെ അയാളെ വീടിന്റെ പറമ്പിൽ കൂടെ വേണ്ടേ എനിക്ക് ലൈൻ വലിക്കാൻ. ഓ, ഈ വീടിന്റെ കൂടെ അല്ലേ? അപ്പൊ ഇതിലെ കൂടെ അവിടെ ലൈൻ വലിക്കുമ്പോ അയാളുടെ സമ്മതപത്രം വേണം. അത് നിയമമാ. സാറൊന്ന് കണ്ണടച്ചാ മതി. ഒരു ലൈൻ പിടിക്കാൻ വന്നിട്ട് ഇപ്പൊ 2 ലൈൻ ആയാടെ. കാണിക്കുന്ന എന്നെ കണ്ണടയ്ക്കാനല്ല പറഞ്ഞത്. പിന്നെ സാറ് നിയമമൊക്കെ ഒന്ന് മാറ്റി വെച്ചൊന്ന് കണ്ണടയ്ക്കാനാ പറഞ്ഞത്. വല്ലതും തടയും. അത് നടക്കത്തില്ല സുകന്യ, നടക്കത്തില്ല. സുകന്യ അല്ല, അരണ്യ. പറയുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? അത്രയ്ക്ക് സുഖമൊന്നും വേണ്ട. സാറ് വന്ന ആരും ചെയ്യാൻ നോക്കും. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈൻ വലിച്ചു തരും. അതുപോലെ മതി. ഒരു കാര്യം ചെയ്യ, ശശിയെ വിളി, ഞാൻ സംസാരിക്കാം. ഞാൻ വിളിക്കത്തില്ല, വേണമെങ്കിൽ സാറും കൊണ്ട് വിളി. എന്നാ ഞാൻ വിളിക്കാം. ശശിയെ, ശശി. KCB ലൈമാൻ. പിന്നെ KCB-ക്കകത്തൊന്ന് പൊന്മ ഇറങ്ങി വരുവാടാ. ഇപ്പൊ ഞാൻ ശശിയായല്ലേ, ഒന്ന് വെളിക്കിറങ്ങാമോ? അയ്യോ, ഇത്രയും നാള് ഞാൻ ആരെയും ശുപാർശ ഇല്ലാതെ വെളിക്കിറങ്ങിക്കൊണ്ടിരുന്നേ. ഇനി ഞാൻ അങ്ങനെ തന്നെ പോന്നോളൂ. അതല്ല, ഒന്ന് പുറത്തോട്ട് വരാമോ? അങ്ങനെ മര്യാദക്ക് വിളി. എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നേ. ശശി ഞാൻ KCB വരുവാ. ഈ കൊച്ചൊറ്റക്കേ ഉള്ളു, എല്ലാത്തിനും കിടന്ന് ഓടായി. കൂടെ ഓടാൻ ഉസൈൻ ബോൾട്ടും അല്ലാന്നോ? അതല്ല പറഞ്ഞേ. എടാ, ഈ കൊച്ചിന് കറണ്ട് ഇല്ല. അത് നിങ്ങളുടെ പറമ്പിൽ കൂടെ പിടിക്കാൻ പറ്റൂ. അതിന് നിന്റെ ഒരു സമ്മതപത്രം വേണം. ഇവള് ഒരുത്തനോട് ഒളിച്ചോടി പോയപ്പോഴേ ഇവള് എന്നോട് സമ്മതം ചോദിച്ചോ? ഇല്ലല്ലേ, ഇപ്പൊ ഇവള് സമ്മതം ചോദിക്കാൻ വന്നേക്കുന്നു. അത് നിങ്ങളുടെ ആര്? എന്റെ ആരുമല്ല. നിങ്ങൾ അയാടെ ആര്? ഇതല്ലേ സാർ ഇപ്പം ചോദിച്ചത്? ഇവളെല്ലാം ഇരുട്ടിലാക്കിയാളാ. അയാൾ പറയുന്നത് എനിക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കലിപ്പുണ്ടോ? അതെന്നെ സാറേ, പണ്ട് ഞങ്ങൾ തമ്മിലേ ചെറിയൊരു ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടമൊന്നുമല്ല, ചെറുതായിട്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ അയാൾ എന്നെ സിനിമ കാണാനൊക്കെ വിളിക്കും. അത് പോവുമല്ലോ, സ്വാഭാവികം. ഞാൻ പോവും. പിന്നെ അതേപോലെ അങ്ങേരെ കൂടെ ഞാൻ ബീച്ചിലേക്ക് അങ്ങ് പോവും. പ്രേമിക്കുമ്പോ എല്ലാരും പോവുമല്ലോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ലോഡ്ജ് ഉണ്ട്. അതല്ല, ലോഡ്ജിന്റെ അടുത്തൊരു കടയുണ്ട്. അവിടെ പോയി ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല ചൂട് ചായയും പരിപ്പടയും കഴിക്കും. പൊടി പഠിച്ചത് നിനക്ക് നാണം ഉണ്ടാടാ? നക്കാപ്പിച്ച ചില്ലറയും ചെലവാക്കിയിട്ട് എച്ച് കണക്ക് കുറേ എനിക്കറിയാം എന്റെ വിഷമം. ഇവിടെ വഞ്ചകയാ അവള്. കേട്ടോട്, അയാളെ ചതച്ചോണ്ടാ ഇപ്പൊ ഇങ്ങനെ കേൾക്കേണ്ടി വന്നേ. ചതച്ചോണ്ടോ? ചതിച്ചതുകൊണ്ട്. സാർ എന്തോ പറയുന്നേ? ഞാൻ ഇങ്ങേരെ കൂടെ പോയി പൊറക്കണോന്നാ? അല്ല സാറേ, ഇങ്ങേരെ വെട്ടും കുത്തുമായിട്ട് നടക്കുന്ന ആളാ. വെട്ടും കുത്തോ? അനാവശ്യം പറഞ്ഞേ. ഒന്ന് സാറേ, എനിക്ക് കരിക്കടയാ. ഞാൻ കരിക്ക് വെട്ടിയിട്ട് അതിനകത്തൊരു സ്ട്രാ കുത്തി കൊടുക്കുന്നതിനാ ഇവള് പറയുന്നത് എനിക്ക് വെട്ടും കുത്തുവാന്ന്. അത് മാത്രമാണോ? ഈ നാളോ മാലോ ഇല്ലാത്തവള് എന്റെ കടയിൽ കയറി വന്നു കൊക്ക് കുടിക്കുന്ന പോലെ കരിക്കും കുടിച്ചു പോയിട്ടുള്ളവളാ ഇവള്. അത് ശരിയാണ്. കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ കൊടുക്കണം. അവ അത് 2 ആയിട്ട് വെട്ടിത്തരും. അപ്പൊ ഇങ്ങനെ വടിച്ചെടുത്ത് കിളുകിളാന്ന് പറഞ്ഞ് തിന്നാം. ഇവിടത്തെ ജീവിത പ്രശ്നം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവൻ കരിക്ക് വെട്ടി കുത്തുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ ഇതിലെ കൂടെ ലൈൻ വലിക്കാൻ സമ്മതിച്ച നിനക്ക് എന്തെങ്കിലും തടയും? ചിക്കിളി എന്നെ ഇപ്പൊ അവളെല്ലാം ആരിട്ട് ഇക്കിളിയിട്ടാലും എനിക്ക് ഇക്കിളിയാവും. ഇക്കിളി എന്നല്ല, കൈമണി കിട്ടുമെന്ന്. ഞാനെന്തോ ചെണ്ട അടിക്കാൻ പോന്ന കൈമണിയും കൊണ്ട്. എടാ, നിനക്ക് ചായ കുടിക്കാൻ വല്ല മേടിച്ചു തരാന്ന്. നേരത്തെ പറയണ്ടേ? ഒരു കാര്യം ചെയ്യ, ഒരു 25,000 രൂപ മേടിച്ചു തരാന്ന് ഞാൻ സമ്മതിക്കും. 25,000 രൂപ? നീ എന്തോടാ ചരുവത്തിനകത്താണോ ചായ കുടിക്കുന്നത്? ഞാൻ ചരുവത്തിനകത്തായിരിക്കും, അണ്ടാവിനകത്തായിരിക്കും. അത് നിങ്ങൾക്ക് അറിയണ്ട. ഞാൻ ചിലപ്പോ തറയെ കിടക്കുന്നവരെ നക്കി കുടിക്കും. ഒരു പാവം കൊച്ചടാ അത്. എന്നാ ഒരു കാര്യം ചെയ്, ഞാൻ അവളെ കെട്ടാന്ന് പറയാം. തന്നെ ആർക്ക് വേണം? ഇട്ടാ പോലും തന്നെ ആരെയും എടുക്കുവോ? നിനക്കറിയാമോ, എടി സ്വർണ്ണം സൂചി ഉള്ളവനും ഇരുമ്പ് സൂചിയുടെ ആവശ്യം വരും. അത് നീ മറന്നു പോകരുത്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് കറണ്ട് വേണോ? നിങ്ങളുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരിലുണ്ട് വിളി. നിന്റെ ഭർത്താവിനെ വിളി. എനിക്ക് ഭർത്താവില്ല സാറേ. എന്ത്? എന്റെ ഭർത്താവ് ഒരു വില്ലാളി വീരനായിരുന്നു. സാറത് കേക്കണം. ഒരു മഴവെള്ളപ്പാറ്റില് തടി പിടിക്കാനായിട്ട് ആറ്റി ചാടിയതാ. എന്നിട്ട് തടി പിടിച്ചാ? ഇല്ല,
ഒരു മുതല പിടിച്ചോണ്ട് പോയി ഇവിടെ കുണം കൊണ്ട്. ചേച്ചി ചുമ്മാ ഇരിപ്പോ. മകളെ ഭർത്താവില്ലെങ്കിൽ വേണ്ട, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഉത്തരവാദിത്തപ്പെട്ടത്? ഉണ്ടായിരുന്നു സാറേ. ആര്? ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയുടെ ചിതാഭസ്മം ഒഴുകാൻ വേണ്ടി ആറ്റി പോയി. എന്നിട്ട് ആറ്റി പോയപ്പോ ചിതാഭസ്മം ഒഴുകിക്കൊണ്ടിരുന്നപ്പം കുടം ഒഴുകി പോയപ്പോ എന്റെ പ്രാണസഖി പോകുന്നതെന്ന് പറഞ്ഞ് മൂപ്പരോടെ ചെന്ന് കയറി കൊടുത്ത്. എന്നിട്ട് കുടം പിടിച്ചാ? കുടം പിടിച്ചില്ല, ഇവരുടെ കുടുംബം കുടം പിടിച്ച്. ആരുമില്ലാത്ത കൊച്ചല്ലേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അയൽവാസികൾ, എടാ നിനക്കൊരു സഹായം വന്ന ആ കൊച്ചു വേണോ ആദ്യം ഓടി വരാൻ, അതുപോലെ നിങ്ങൾക്കൊരു സഹായം വന്ന അവൻ വേണോ ആദ്യം ഓടി വരാൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചിന്ത എനിക്കുണ്ട്, അത് അവക്കില്ല. ഇവക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ ഓടി ഓടി ചെല്ലും, അറിയാമോ? എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ ഇവള് കാക്കിച്ച് തുപ്പി എന്നെ ആട്ടി ഓടിക്കും. ആ സ്വഭാവം സഹായം ഇങ്ങനെ എപ്പോഴാ വരുന്നറിയുമോ? ഞാൻ കുളിക്കാൻ എപ്പം കയറുമോ അപ്പൊ അയാൾ ഇങ്ങോട്ട് വരും. അങ്ങനെ ഉണ്ടല്ലോ ഞാൻ. ചുമാരി നീ വന്നാണ്. അവരുടെ വീട്ടിലോ ആരുമില്ല, നിന്റെ വീട്ടിലെങ്കിലും ചോദിക്കാനും പറയാനും വിവരവും വെള്ളിയാഴ്ച ഉള്ള ആരെങ്കിലും ഉണ്ടാടാ? ഉണ്ട്, ഒരു കലണ്ടർ കിടപ്പുണ്ട്, അതിനകത്ത് എല്ലാ വിവരവും ഉണ്ട്. വെള്ളിയാഴ്ച ദൈവമേ, നീ ഇത് അമ്പിലും മില്ലിലും അടുക്കൂലടാ. അമ്പിലും വില്ലും എടുത്തോണ്ട് സാറ് ഇവിടെ വരേണ്ട കാര്യം എന്താ? ഇവിടെ യുദ്ധം വല്ലതും ഉണ്ടോ? മര്യാദക്ക് നിന്റെ കൺസ്യൂം നമ്പർ പറ. ഇന്ന് ശരിയാക്കി തരാം. പറ. 123#. അത് മറ്റേ വാഴയിലെ ചെറുക്കനല്ലേ? ഓ വാഴക്ക, അത് ആശുറ്. ഇത് ആശുറ്. നിന്റെ അടുത്ത് കസ്റ്റമർക്ക് എന്റെ നമ്പർ അല്ല ഞാൻ ചോദിച്ചത്, മീറ്റർ നമ്പർ കറക്റ്റ് ആയിട്ട് പറ. ഞാനിവിടെ 10 മീറ്ററിലാണ് അടിച്ച, ഒന്നും കേൾക്കാത്തതിന് ഞാനിപ്പോ എന്താ ചെയ്യാനാ? നീ തമാശ കളിക്കാതെ മീറ്റർ നമ്പർ നോക്കി പറയടേ. ഞാൻ നോക്കട്ടെ, ഞാൻ നിന്നെ നോക്കട്ടെ, ശരിയാക്കി തരാടാ. 17 18 17 18 17 18 17 18 ശശി പുത്തമ്പുരക്കില്. നീ 3 മാസത്തെ ബില്ലടയ്ക്കാനുണ്ട്. നിന്റെ ഫീസ് ഞാൻ വരും. അങ്ങനെ നീ മാത്രം വെളിച്ചത്തിൽ കിടക്കണ്ട, നീ ഇരുട്ടത്ത് കിടന്നാ മതി കേട്ടടാ. അയാൾക്ക് അങ്ങനെ തന്നെ ഞാൻ കറണ്ട് ചാർജ് അടക്കത്തില്ല. എന്ത് എന്തിനാ അടയ്ക്കുന്നത്? 10 മണിക്ക് കറണ്ട് പോയിട്ട് രാവിലെ 7 മണിക്ക് അവിടെ കറണ്ട് വരുന്നത്. 10 മണിക്കോ 7 മണിക്കോ? പിന്നെന്തിനാ കറണ്ട് ചാർജ് അടയ്ക്കുന്നത്? നീ എപ്പോഴേ കിടന്നുറങ്ങുന്നേ? ഞാൻ ഒരു 8:30 ആകുമ്പോ കിടന്നുറങ്ങിട്ട് ഒരു 9 മണിയാകുമ്പോ എഴുന്നേക്കും. 8:30 ഉറങ്ങും, 9 മണിക്ക് എഴുന്നേക്കും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നിനക്ക് എന്തിനാണ് കറണ്ട്? എനിക്ക് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോ. നിങ്ങൾ അത് ഇവിടുത്തെ കൂർക്ക കേട്ട് പറ, വല്ല പണിക്കാ പോണം, തേരാപ്പാര അടക്കാതെ. ഞാൻ കാക്കയുടെ കൂടെ പണിക്ക് പോയിക്കൊണ്ടിരുന്നേ. എന്തോ കൊത്തി പറക്കാനാ? കൊത്തി പറക്കാനാന്നോ? ഞാൻ കാക്കയുടെ കൂടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നേ അന്ന്. എന്നിട്ടെന്തോ ഞാൻ 6 ദിവസം ജോലി ചെയ്ത് പൈസ വെച്ചാൽ പറയാ ഉമ്മ തരുമെന്ന്. ഞാൻ പറഞ്ഞു നിന്റെ തന്ത കൊണ്ട് കൊടുക്കാം, ഞാൻ എല്ലാം വാരി കെട്ടി ഞാൻ പോയിരുന്നു. എന്റെ പൊന്ന് സാറേ, ഈ കണക്ക് മുതുക്ക് വട്ട. അവിടുത്തെ കണക്കും കാര്യങ്ങളും നോക്കുന്നതേ അങ്ങേര് ഉമ്മയാ. ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഇങ്ങനെ മഹാ ചതിയല്ല. എന്തോ ചോദിച്ചെന്നാ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ ഇഷ്ടത്തിലായിരുന്നു. നേരത്തെ പറഞ്ഞേ. അങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ എന്നെ ഒരു ദിവസം ഒളിച്ചോളാൻ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞു രാത്രി 12 മണിയാകുമ്പോ കലങ്ങിന്റെ അടുത്ത് പറഞ്ഞോന്ന്. എന്നിട്ട് കലങ്ങിന്റെ അവിടെ ചെന്നാ? ഞാൻ ചെന്ന് ഈ മുതുകാവൻ വന്നില്ല. എന്നിട്ട് ഞാൻ ചെന്ന് എന്റെ പൊന്നെ ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ടടാ ഒരു വെള്ള സാരി എടുത്തോണ്ട് ഒരു കലങ്ങിന്റെ മണ്ട ഒരു സ്ത്രീ ഏറിയിരിക്കുന്നു പല്ലും കിരിച്ചോണ്ട്. എന്റെ ദൈവമേ, രാവിലെ പെടുക്കാൻ വെച്ചിരുന്ന മൂത്രം അന്നേരം പോയി. രാവിലെ നില വിളിച്ചാ ഓടി, അറിയാമോ? ഇയാൾ അതിന് പോവാണേ. ഞാനാണെങ്കിൽ ഇന്നലെ അവിടെ പോയി കിടന്നു. യക്ഷി അതിവിടെ എന്നാ വേറെ പ്ലാൻ പിടിച്ചുകൂടായിരുന്നു? ഞാൻ വേറെ പ്ലാൻ ചെയ്തു. എന്റെ കൂട്ടുകാരനെ വിട്ട് ഇവളെ വിളിച്ചോണ്ട് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ഇവൾ അവിടെ വന്നു. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നില്ല? ഞാൻ ഇത്തിരി ലേറ്റ് ആയി പോയി. എന്നാലും ഞാൻ ചാടിപ്പിടച്ച് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ കൊണ്ടടാ ഒരു കോളം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. വെപ്രാളത്തിന് ഞാൻ നീട്ടി ഒരു ഒപ്പ് വാങ്ങി അടിച്ച് ഇവക്കടെ കൈ പിടിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ നേരത്ത് രജിസ്ട്രാർ വന്ന് എന്റെ ചെവുക്കലിന് വിളക്ക് ഒരു ഒറ്റ. രജിസ്ട്രാർ ഒന്ന് ചെവുക്കലിനടിച്ചത്? സാക്ഷിയുടെ കോളത്തിൽ ഒപ്പിട്ടിട്ടാന്നോടാ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോകുന്നത്. ഒരൊറ്റടി ആ അടി ഇപ്പോഴും ഇവിടെ രജിസ്റ്ററാ. അപ്പൊ ഇവരാരുടെ കൂടെ പോയി? അത് കിഴങ്ങാ നേരത്തെ പറഞ്ഞില്ലേ ആറ്റുചാടിയവന്റെ കൂടെ പോയെന്ന്. ഓ, മൊത്തത്തിൽ പറഞ്ഞപ്പോ മൊത്തം ഔട്ടായി പോയിട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ ലൈൻ വലിക്കാൻ പോവാ. നെഞ്ചത്ത് ചവിട്ടി അല്ലാതെ വലിക്കാൻ വെക്കാല. എന്റെ ചേച്ചി നെഞ്ചൊന്നും വേണ്ട, ഞാൻ നല്ല കിടക്കോച്ച് വലിയ ഏണിയായിട്ടാ വന്നേക്കുന്നത്. പിന്നെ നീ ലൈൻ വലിക്കാൻ സമ്മതിക്കോ ഇല്ലയോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളെ ഞാൻ ഒരു കാര്യം പറയാം, അയാളെ സമ്മതിക്കൂല. പിന്നെ എന്റെ ബുദ്ധിയിലൊരു ഐഡിയ ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, വെട്ടം വേണോന്നുള്ളപ്പം ഇങ്ങനെ വീട്ടിലോട്ട് ചെല്ലും. വെട്ടം വേണ്ടാത്തപ്പോ ഇനി തിരിച്ചു വാ. പോകത്തില്ല സാറേ, സാറും കൂടെ നിന്നേ. താൻ എനിക്ക് കറണ്ട് തരുവോ ഇല്ലയോ? തരത്തില്ല, തരത്തില്ല, തരത്തില്ല. ഇത് നോക്കങ്ങോട്ട്. എടി നീ ഇത് പറയുന്നെങ്കിലും നിനക്കെല്ലാം ഇച്ചിരി സ്നേഹമുണ്ട്. ഇത് കണ്ട, ഇതിനകത്തുള്ള വീഡിയോ നോക്കാൻ. ഇത് ഇന്നലെ രാത്രിയില്ലേ നിങ്ങള് വീട്ടിലിരുന്ന് വാറ്റിയ വീഡിയോയാ. ഞാൻ ആരും കാണാതെ എടുത്ത് ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് നിങ്ങളെ ഞാൻ നാശം. എന്റെ പൊന്നനന്യ, നീ അതങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്യും. നീ എങ്ങനെ വേണമെങ്കിലും ലൈൻ വലിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ പറമ്പിൽ കൂടെ ലൈൻ വലിക്കട്ടെ. ഈ പറമ്പിക്കൂടോ എന്റെ നെഞ്ചത്തൂടോ എവിടുന്ന് വേണമെങ്കിലും ലൈൻ വലിച്ചു. താരെന്താ പണി അവിടെ കാണിക്കുന്നത്? താറിവിടെ രാവിലെ വന്നല്ലോ. ഇത്ര നേരമായിട്ട് ഈ പെങ്കച്ചിൽ വെട്ടം കൊടുക്കാൻ സാറിനെ കൊണ്ട് കഴിഞ്ഞോ? ലൈൻ വലിച്ച് താരെ കൊണ്ട്
ഞാൻ വന്നപ്പോ തൊട്ട് നിന്റെ അടുത്ത് ഇതല്ലടാ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നീ അല്ലടാ എന്റെ നെഞ്ചത്ത് കുതിര കയറാൻ വന്ന്. എന്നിട്ട് ഇപ്പൊ ആ കൊച്ചു എന്ന് പറഞ്ഞപ്പോ നിനക്ക് ഞാൻ ലൈൻ വലിക്കണം അല്ലടാ? ഞങ്ങൾ ഈ അയൽക്കാർ ഇച്ചിരി തട്ടിമുട്ടിയൊക്കെ അങ്ങ് നിൽക്കും. അല്ല എന്നാലും അവൾ എന്തുവാടാ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്? അയ്യോ എന്റെ പൊന്ന് സാറേ, നീർക്കോലി ആണെങ്കിലും ഒരു കടി അടിച്ച ആത്താഴം മുടങ്ങുന്നു.